ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെയും അതുപോലെ പൊറോട്ടൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1.5 ടേബിൾ സ്പൂൺ മൈദ 2 ടേബിൾ സ്പൂൺ സോയാ സോസും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു മുട്ടയുടെ വെള്ളയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സോയ സോസ് ചേർക്കുമ്പോൾ ഉപ്പുണ്ടാവും, അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിൽ നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി മസാല വരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കരുത്, വെളിച്ചെണ്ണയിലാകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റിന് നല്ലൊരു വ്യത്യാസം വരും. ചിക്കന് 2 ഭാഗം തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. അത് നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യാം. ഓയിൽ കുറച്ച് കുറവായതുകൊണ്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ക്യൂബായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ 1 ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴറ്റിയെടുക്കുക. അധികം വഴറ്റേണ്ട ആവശ്യമില്ല, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇത്രയും വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ ചില്ലി സോസ് ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്ത മസാലയിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയറും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ചില്ലി ചിക്കൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.